നമസ്കാരം. ഉച്ചവെയിലും ഇളം നിലാവും രാജലക്ഷ്മിയുടെ നോവൽ തുടർന്ന് കേൾക്കാം. ചേട്ടൻ്റെ മുറിയിൽ നിന്ന് ട്രേയും ഒഴിഞ്ഞ പാത്രങ്ങളുമായി ദേവു ചിരിച്ചുകൊണ്ടിറങ്ങി വന്നു. അകത്ത് പൊട്ടിച്ചിരിയുടെ അലകൾ മുഴങ്ങുകയാണ്. തളം കഴിഞ്ഞു പോന്നിട്ടും ദേവു ഓർത്തോർത്ത് ചിരിച്ചു. എന്തൊരു കുസൃതിയാണ് പെണ്ണ്! രാജൻ ചേട്ടനെയും അനിച്ചേട്ടനെയും ഒക്കെ അനുകരിക്കുകയാണ് അവിടെ. മറ്റവരൊന്നും വരാതിരിക്കുകയാണ് വാസ്തവത്തിൽ നല്ലത്. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂവെങ്കിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. ആ ഭാസ്കരനും കൂട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിൽ രതി ഇങ്ങനെ കളിക്കാൻ ചെല്ലില്ല. അനിച്ചേട്ടനെ ആരും കണക്കിൽ കൂട്ടിയിട്ടില്ല. പിന്നെ രാജൻ ചേട്ടൻ്റെ അടുത്ത് മിനിക്കും കൂടിയില്ല ഗൗരവം. വേറെ ആര് പറഞ്ഞാലും കൂട്ടാക്കാത്ത മിനി രാജൻ ചേട്ടൻ പറഞ്ഞാൽ പാടും. ഇവർ രണ്ടുപേരും ഇല്ലാതിരുന്നാൽ അതാലോചിക്കാൻ വയ്യ. പരസഹായം കൂടാതെ അനങ്ങാൻ വയ്യാത്ത ചേട്ടൻ പകൽ മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് എന്തു ചെയ്യുമായിരുന്നു? രാജൻ ചേട്ടനെ പോലെ മിടുക്ക് ചേട്ടൻ്റെ തന്നെത്താൻ ഉരുട്ടാവുന്ന കസേരയുടെ പ്ലാൻ കൂടി രാജൻ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. കോളേജിലെ ജോലിയും തിരക്കുമൊക്കെ ഉണ്ടായിട്ടും എന്നും ഒരു 2-3 മണിക്കൂർ ഇവിടെ ചേട്ടൻ്റെ അടുത്തിരിക്കും. പാവം അനിച്ചേട്ടനാ. ചേട്ടൻ്റെ ആദ്യത്തെ കൂട്ടുകാരനാണ്. അനിയത്തിമാരൊക്കെ ഉണ്ടാവുന്നതിന് മുൻപേ ഇവിടെ നിത്യനായിരുന്നതാണ്. അമ്മയ്ക്ക് എന്തിഷ്ടമായിരുന്നു അനിയെ. അങ്ങനെയല്ലാതെ വരുമോ? അവരുടെ സുഖക്കേടുകാരൻ മകനെ വല്ലപ്പോഴും ഒന്ന് ചിരിപ്പിക്കാനും കൂടെ കളിക്കാനും വരുന്ന കുട്ടി. മറ്റു കുട്ടികൾ സ്കൂൾ വിട്ട ഉടനെ ഗ്രൗണ്ടിലേക്ക് ഓടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടാതെ അമ്മയുടെ രഘുവിൻ്റെ കൂടെ ചതുരംഗവും ക്യാരംസും കളിക്കാൻ നിന്ന കുട്ടി. എന്തു കാര്യമായിട്ടാണ് അവർ അതെല്ലാം പറയാറ്? പാവം അനിച്ചേട്ടൻ ഇപ്പോഴും വരുമെന്നും. വിമലയെ കണ്ടില്ല. മണി 5 കഴിഞ്ഞു. ഞായറാഴ്ചയാണല്ലോ. ഇതിലും നേരത്തെ എത്തുന്നതാണ് സാധാരണ. അവൾ കാപ്പി കൂട്ടി പാത്രത്തിലാക്കി. കപ്പും സോസറുമൊക്കെ എടുത്തു വെച്ചു. ഒന്നു കഴിഞ്ഞതാണ് വൈകുന്നേരം. എന്നാലും രാജൻ ചേട്ടന് എപ്പോഴും കാപ്പി കുടിക്കണം. തളത്തിലായപ്പോഴാണ് അവിടെ വാതിലും പിടിച്ച് വിമല മിണ്ടാതെ നിൽക്കുന്നു. അയ്യോ, വിമല വന്നിട്ട് ഇവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണോ? ചേച്ചിയും രതിയും അകത്തുണ്ട്. ചേട്ടൻ്റെ അടുത്ത് വരൂ. എന്താ കാണാത്തത് എന്നും പറഞ്ഞ് ഇരിക്കുകയാണവർ. വിമല വന്നിട്ട് വാസ്തവത്തിൽ 5-6 മിനിറ്റായിരുന്നു. പുറത്തെങ്ങും ആരെയും കാണാനില്ല. അകത്തു നിന്ന് ചിരിയും ബഹളവും. അങ്ങോട്ട് കയറി ചെല്ലുന്നതെങ്ങനെ? ദേവുവിൻ്റെ പിന്നാലെ അവളും നടന്നു. എന്നും കാണുന്ന സ്ഥലത്ത് മേശയ്ക്ക് പിന്നിൽ ചേട്ടനിരിക്കുന്നു. എതിരെ 2 കസേരയിൽ രാജനും അവർ അനി എന്ന് വിളിക്കുന്ന ആളും. രതി നിന്ന് എന്തോ പ്രസംഗമാണ്. മിനി കട്ടിലിൽ ഇരിക്കുന്നു. വിമലയും മിനിയുടെ അടുത്ത് കട്ടിലിൽ കൂടി. വിമലയ്ക്കും കൂടി കാപ്പി ഇതിലുണ്ടാകുമോ ദേവു? മിനി ചോദിച്ചു. കുറച്ചുകൂടി കൊണ്ടുവരാം. ദേവു പിന്നെയും പോകാൻ എഴുന്നേറ്റു. വേണ്ട, ഞാനിപ്പോൾ കുടിച്ചതാണ്. വിമല പറഞ്ഞു നോക്കി. രക്ഷയില്ല. അത് സാരമില്ല, കുറച്ചുകൂടി കുടിക്കാം. പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ ദേവു പോയി. ഈ വീട്ടിൽ ആ ദേവു മാത്രമേ എന്തെങ്കിലും പണിയെടുക്കുള്ളൂ എന്നുണ്ടോ? വിമല കട്ടിലിൻ്റെ ക്രാതിയിലേക്ക് ചാരി. അവിടെ പ്രസംഗമോ തർക്കമോ ഒക്കെ നടക്കുകയാണ്. അതിലൊന്നും രസം തോന്നിയില്ല. ആ രാജനൊന്ന് പാടിയിരുന്നെങ്കിൽ. രാജനെ ആദ്യം കണ്ട ദിവസം 2 മാസം കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് ആദ്യത്തെ ഞായറാഴ്ച. അന്ന് ഈ അനി ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ മേശയ്ക്ക് മുൻപിൽ ഒരു കസേരയിലെ ആൾ ഉണ്ടായിരുന്നുള്ളൂ. അവളെ കണ്ടുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, വിമല എത്തിയോ? വരൂ. പുതിയ ആൾ തലതിരിച്ചു നോക്കി. പരന്ന നെറ്റിക്ക് താഴെ അറ്റം തുടുത്ത വലിയ കണ്ണുകൾ. പുരികങ്ങൾ കൂട്ടി തൊട്ടിട്ടുണ്ടോ? ഇതെൻ്റെ ഒരു കൂട്ടുകാരനാണ്, രാജശേഖരൻ. രാജൻ, ഇതാണ് മിനിയുടെ വിമല. ചേട്ടൻ ഇംഗ്ലീഷ് മട്ടിൽ പരിചയപ്പെടുത്തി. അയാൾ കൈപിടിച്ച് കുലുക്കാൻ വരുമോ എന്നവൾ ഭയപ്പെട്ടു. അല്ല, ചിരിച്ചതേയുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ അന്നവളെ ഗൗനിച്ചതേയില്ല. ചേട്ടനും അയാളും കൂടി എന്തോ ചർച്ച ആയിരുന്നു. രതി മാത്രം കൂടെ ചേർന്ന് സംസാരിക്കുന്നുണ്ട്. അന്നും ദേവു കാപ്പിയും കൊണ്ടുവന്നു. 2 ആൾക്കേ കൊണ്ടുവന്നിരുന്നുള്ളൂ. അവർ സ്ത്രീകൾ അപ്പുറത്ത് പോയാണ് കുടിച്ചത്. കാപ്പി കുടി കഴിഞ്ഞ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും രതി പാഞ്ഞു വന്നു. വല്യേച്ചി, വിമല ചേച്ചി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? രാജൻ ചേട്ടൻ പാടാൻ പോവുകയാണവിടെ. കൂട്ടുപുരികവും വല്ലാത്ത കണ്ണുകളുമുള്ള ആ മനുഷ്യൻ പാടുമെന്നോ? അയാളുടെ മുൻപിൽ ചെന്നിരിക്കണമല്ലോ എന്നാലോചിച്ചപ്പോൾ പാട്ട് കേട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്നാണ് തോന്നിയത്. പക്ഷേ രതി വിട്ടില്ല. ആ കുടുംബം മുഴുവൻ പാട്ടുകാരാണ്. മിനി പാട്ട് എടുത്താണ് BA പാസ്സായത്. ഒരു സതിരായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാവരെ കൊണ്ടും ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കാൻ പറ്റുമോ? ആ പാട്ടുകാരുടെ ഇടയ്ക്ക് അവൾ മനമില്ലാ മനസ്സോടെ മിനിയുടെ പിന്നാലെ പോയി. അവിടെ കാപ്പി കുടി കഴിഞ്ഞിരുന്നില്ല. കാപ്പി കുടിച്ച് ഒരു സിഗരറ്റും വലിച്ചതിന് ശേഷമേ അയാൾ പാടാമെന്ന് സമ്മതിച്ചുള്ളൂ.
വടക്കേ അകത്തു നിന്നും തമ്പുരുവോ മൃദംഗമോ ഒക്കെ എടുത്തുകൊണ്ടുവരുന്നത് കാത്ത് വിമല ഇരുന്നു. പക്ഷെ ഒന്നും വന്നില്ല. അയാൾ സിഗരറ്റ് വലിച്ച് തീർന്നു ജനാലയ്ക്കടുത്ത് പുറത്തേക്ക് നോക്കി നിന്നു. പാടാൻ തുടങ്ങി. വേദനയിൽ കുതിർന്ന ഒരു സാധാരണ സിനിമാ പാട്ട്. രാഗവിസ്താരവും ഒന്നുമില്ല. ആ കരയിപ്പിക്കുന്ന വരികളിൽ അവസാനത്തേതും പാടി തീർന്നപ്പോൾ മുറിയിലുണ്ടായിരുന്നവർ ഉണർന്നതുപോലെ നെടുവീർപ്പിട്ടു. ഒരെണ്ണം കൂടി രതി പറഞ്ഞു. ഇത്തവണ അയാൾ പാടിയത് തുള്ളിത്തുള്ളി പോകുന്ന ഒരു ഹിന്ദി പാട്ടാണ്. മുറിയിലെ അന്തരീക്ഷം മാറി. അവിടെ ഇളം വെയിലും വെളിച്ചവുമായി. നേരത്തെ കനം പോയി. എന്തൊരു സിദ്ധിയാണത്! പാടിയതിന് കൂലിയായി രതി ഡാൻസ് ചെയ്യണമെന്ന് അയാൾ ഉടനെ തുടങ്ങി. അതായി പിന്നെ കുറേ നേരം. തടിച്ചിയായിട്ടാണോ കിടന്നു ചാടിത്തുള്ളുന്നതെന്ന് രതി. തടിയന്മാർക്ക് പാട്ടുപാടാമെങ്കിൽ തടിച്ചികൾക്ക് എന്തുകൊണ്ട് ഡാൻസ് ചെയ്തുകൂടാ എന്ന് രാജൻ. അവസാനം ചേട്ടൻ പറഞ്ഞു, ചെയ്യാണ്ട് അവൻ സമ്മതിക്കില്ല രതി. പിന്നെന്തിനു സമയം കളയുന്നു? എന്നെക്കൊണ്ട് പിൻപാട്ടില്ലാതെ വയ്യ. അതിനാണോ വിഷമം? ഞാൻ പാടിത്തരാം, രാജൻ ഉടനെ പറഞ്ഞു. ഓ, അതിപ്പോൾ പാടിയത് തന്നെ. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന പാട്ട് പാടണം. എനിക്ക് ഏതെല്ലാം പാട്ട് നിശ്ചയമുണ്ടെന്ന് രതിക്കറിയുമോ? രാജൻ ചേട്ടൻ്റെ പാട്ടിന് ഡാൻസ് ചെയ്യാനൊന്നും എന്നെക്കൊണ്ടാവില്ല. ഇവിടെ ഇത്രയും പേര് പാടാവുന്നവരുണ്ടായിട്ട്. ശരി. അവൾ അകത്തേക്ക് ഓടി. 2 മിനിറ്റിനകം സാരി പിടിച്ച് കുത്തി ചിലങ്ക കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ട് വന്നു. വല്യേച്ചി പാടിത്തരുമോ? എനിക്ക് നല്ല സുഖമില്ല രതി. ഓ, എപ്പോൾ പറഞ്ഞാലും സുഖക്കേട്. വേണ്ട, ചേട്ടൻ ഫ്ലൂട്ട് വായിച്ചാൽ മതി. ദേവു അകത്ത് നിന്ന് ഫ്ലൂട്ട് എടുത്തുകൊണ്ട് വന്നു. വിമലയ്ക്ക് മനസ്സിലാകാത്ത ഏതോ പാട്ട് ചേട്ടൻ ഫ്ലൂട്ടിൽ വായിച്ചു. രതി അതിനൊപ്പിച്ച് നൃത്തം ചവിട്ടി. സാരിത്തുമ്പ് കാറ്റിൽ ഉലഞ്ഞു. ഓടക്കുഴലിൻ്റെ നേർത്ത കരച്ചിൽ, കാൽച്ചിലമ്പിൻ്റെ കിലും കിലും. വിമല ഉറങ്ങുകയാണോ? ചേട്ടൻ ചോദിക്കുന്നത് കേട്ട് അവൾ വല്ലാതായി. എല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചു. ഓ, ദേവു കാപ്പി കൊണ്ടുവന്നിരിക്കുന്നു. അവൾ കൈനീട്ടി വാങ്ങി. ഇന്ന് നമുക്ക് ആ ഗസ്സിംഗ് ഗെയിം കളിക്കാം ചേട്ടാ. രതി പതിവ് പോലെ വലിയ ഉത്സാഹത്തിൽ തുടങ്ങി. നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. മറ്റവരാരും വന്നിട്ടില്ല. ഇന്ന് തന്നെ പറ്റിയ ദിവസം തുടങ്ങി. ഇനി അതായി. രതിയുടെ കളികളൊക്കെ വിമലയ്ക്കറിഞ്ഞിട്ട് വേണ്ടേ? മിനി പറഞ്ഞു. അതിനെന്താ, പഠിക്കാൻ എത്ര സമയം വേണം? മേശയ്ക്ക് പിന്നിലിരുന്നു കൊണ്ട് ചേട്ടൻ. അതുതന്നെ, ചേട്ടൻ പറഞ്ഞു കൊടുത്താൽ മതി. 1/2 മിനിറ്റ് വേണ്ട വിമല ചേച്ചിക്ക് പഠിക്കാൻ. രതിക്ക് സന്തോഷമായി. കാര്യമെന്താണ്? ദേവു രണ്ടാമതും കാപ്പി ഒഴിക്കാൻ വന്നപ്പോൾ തടുത്തുകൊണ്ട് വിമല ചോദിച്ചു. ഇന്നാളിവിടെ ഞങ്ങളൊരു നാടകം വായിച്ചു, ഹേ ഫീവർ എന്നും പറഞ്ഞ്. അതിൽ ഒരു കളി വിസ്തരിച്ചിട്ടുണ്ട്. അത് വായിച്ചത് മുതൽക്ക് രതിക്ക് ഇളക്കമാണ്. എനിക്ക് മാത്രമല്ല, കൊച്ചേച്ചിക്കും വലിയ ഇഷ്ടമായ ആ കളി. ഇല്ലാന്ന് വെറുതെ പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ ഇഷ്ടമായില്ലാന്ന്. ആ നാടകത്തിൽ വായിച്ചാൽ ബഹുരസമാണ് കേട്ടോ വിമലേ. കാര്യം എത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരാം, ചേട്ടൻ പറഞ്ഞു. മുറിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോവുക. അയാളാണ് ഗസ് ചെയ്യേണ്ടത്. അയാൾ പോയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കൂടി ഒരു ആഡ്വർബ് തിരഞ്ഞെടുത്ത് നിശ്ചയിക്കണം. ഇത്ര സമയമെന്നുണ്ട്. അത് കഴിയുമ്പോൾ പുറത്തു പോയ ആൾ തിരിച്ചു വരും. മുറിയിൽ 5 ആളാണുള്ളത് എന്ന് വിചാരിക്കൂ. അയാൾ ഈ 5 പേരോടായിട്ട് 5 കാര്യം ചെയ്യാൻ ആവശ്യപ്പെടാം. ഓരോരുത്തർ ഓരോന്ന്. ഒരാളോട് ഒന്നേ പറയാൻ പാടുള്ളൂ. അവർ ചെയ്യുന്നതിൽ നിന്ന് അയാൾ ഗസ് ചെയ്യണം. ആഡ്വർബ് എന്താണെന്ന് അത്രയേ ഉള്ളൂ. ആരാണ് കള്ളനാവുക? രതി ചോദിച്ചു. വിമലയാവട്ടെ, ചേട്ടൻ പറഞ്ഞു. എനിക്ക് വയ്യ. എനിക്ക് ഈ പറഞ്ഞതൊന്നും ശരിക്കും മനസ്സിലായത് തന്നെയില്ല. രാജലക്ഷ്മിയുടെ നോവൽ തുടരും.